വെൽക്കം ബാക്ക് ടു അവർ കിടക്കാച്ചി ബംബ്ലോസ്കി വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. ഗൈസ് എന്താണെന്ന് വെച്ചാൽ പോലീസുകാരെ നമുക്ക് എന്തോ ഒന്നിനെ വിളിച്ചിട്ടുണ്ട്. എന്തോ ഒരു ചലഞ്ചാണെന്നാണ് പറഞ്ഞത്. ചലഞ്ച് എന്താണെന്ന് അറിയില്ല. ചലഞ്ചാണോ എന്താ പ്രശ്നമെന്ന് മനസ്സിലാവില്ല. ചലഞ്ചാണെന്നാണ് പറഞ്ഞത്. ചലഞ്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ് നമ്മുടെ വണ്ടിയാണെങ്കിൽ പാർക്കിംഗ് സ്ലോട്ടിലോട്ട് പാർക്ക് ചെയ്യാൻ കയറ്റാം. വണ്ടി പതുക്കേക്ക് കയറ്റാവുള്ളൂ ഗൈസ്, അതാണ് പ്രശ്നം. ഗൈസ് ഇത് പോലീസിൻ്റെ സ്ഥലമായതുകൊണ്ടല്ലേ പ്രശ്നമാണ്. പോലീസ് നമുക്ക് പണി തന്നെയാണെങ്കിൽ നമുക്ക് വെടിവെച്ചിടാം ഗൈസ്, പവറാക്കാം. ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോവാം. ഗൈസ് നമ്മുടെ SI സാറിൻ്റെ അടുത്തോട്ട് നമുക്ക് നേരെ പോവാം. SI സാർ എന്താ വിളിച്ച? ഫ്രാങ്ക്ലിനെ നിൻ്റെ നിസാൻ GTR ഇവിടെ റോഡ് ടാക്സ് അടച്ചിട്ടില്ല. അതുകൊണ്ട് നീ മര്യാദക്ക് വണ്ടീൻ്റെ ചാവി എൻ്റെ കയ്യിൽ തന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തലക്കെട്ടടിക്കും, ജയിലിലിടും. അത്രക്കായോടോ? താൻ അത്രക്കായ? ഫ്രാങ്ക്ലിനെ ചോദ്യം ചെയ്യാൻ ഫ്രാങ്ക്ലിനാണ് ഞാൻ. താൻ അത്രക്കായോടോ? താൻ അത്രക്കായ താനേ വെറുതെ എൻ്റെ അടുത്ത് കയറി കളിക്കാൻ വന്നാൽ ഞാൻ വെറും കൈയോടെ വിടൂല. സാറുമാരെ എന്നായിട്ടുണ്ടായി ഇന്ത്യക്ക്? ഞാൻ ജയിലിലൊന്ന് കയറി നോക്കട്ടെ ഗൈസ്. ഇവന്മാർക്ക് പേരാട്ട ഒരു രീതിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വരാൻ പറ്റും ഗൈസ്. അപ്പം നമുക്ക് നേരെ ഒന്ന് ഇവിടെ നിൽക്കാം ഗൈസ്. ഇന്ന് നമ്മുടെ ട്രവർ നമ്മുടെ സിറ്റിയിലോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. നമ്മുടെ കൂടെ ഷിൻജാനൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ഷിൻജാനെ കൊണ്ടുവരാണ്ട വന്നത്. അവൻ കിടന്നോളം പ്രശ്നം ഉണ്ടാക്കണാണ് ഗൈസ്. ഷിൻജാനെ കൊണ്ടുവരാണ്ട് വന്നില്ലേ, അവൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഷിൻജാൻ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഗൈസ്, അതാണ് എനിക്ക് പേടി. ഷിൻജാൻ അവിടെ നിന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് ഗൈസ്. അവൻ ചിലപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങോട്ടൊക്കെ കയറി വരാൻ ഗൈസ്. ചിലപ്പോൾ ഷിൻജാനാണ് ഗൈസ്, ഒന്നും പറയാൻ പറ്റൂല. മാപ്പൊക്കെ ഓണായിപ്പോണ് ഗൈസ്. നമ്മുടെ ഷിൻജാനാണെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വന്നേക്കണം ഗൈസ്. ഈ ഷിൻജാൻ എപ്പോഴും പണിയൊപ്പിക്കലാണ് ഗൈസ്, പണി. ഷിൻജാൻ എന്നിട്ട് അടുത്ത് ഞാൻ വീട്ടിലിരിക്കാനല്ലടാ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നാ? അത് പിന്നെ ഫ്രാങ്ക്ലിനാണോ? എനിക്ക് വീട്ടിൽ നിന്ന് ബോറടിച്ച് ഫ്രാങ്ക്ലിനാണോ? അപ്പോൾ ഞാൻ ബോറടിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഷിൻജാനെ നീ എന്തിനാണ് ഷിൻജാനെ വെറുതെ പണിയുണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്? ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ മിഷനിലാണ് ഷിൻജാൻ. ഞാൻ AK-47 എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കണം എന്തിനാ നിനക്ക് അറിയില്ലല്ലേ? പിസ്റ്റൾ എടുക്കാം. പിസ്റ്റൾ ആകുമ്പോഴത്തേക്കും കൂടി വൈബാവും. ഹെഡ് ഷോട്ട്. ഷിൻജാനെ അവനെന്നും ചെന്ന് അടിക്കല്ലേ ഷിൻജാനെ. ഷിൻജാൻ എൻ്റെ അടുത്ത് ഞാൻ അടിക്കാൻ പറഞ്ഞാളോ ഷിൻജാനെ നിനക്കിട്ടടിയുള്ളൂ കേട്ടോ ഷിൻജാൻ. തന്നെ മര്യാദക്കുള്ള സാധനം എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ മര്യാദക്കുള്ള തോക്കെടുത്തിട്ടാണ് വന്നേക്കുന്നത്. എന്നെക്കൊണ്ട് എടുപ്പിക്കരുത്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സാറിൻ്റെ അടുത്ത്. സാറേ ഇതായിട്ട് ഞാൻ വരും. ഏലിയിലെ എന്ത് ഏലിയില്? അവിടെ ഷിൻജാൻ വട്ടത്തിൽ വന്ന് നിൽക്കല്ലേ, ഞാൻ നിന്നേം ചിലപ്പോൾ അടിച്ചു അവൻ്റെ ഏലിയിലെ താരങ്ങനെ ഏരിയിലെ നിന്നെ പറയുന്നു. തനക്ക് അടിക്കാൻ സമയം കിട്ടൂലല്ലോ അതിന്. ഫ്രാങ്ക്ലിൻ്റെ അടി നിനക്ക് അവിടെ ഷിൻജാൻ എന്താ കാണിക്കണം? വെറുതെ അടി വാങ്ങി തന്നെ അടിക്കും ഞാൻ. താനവിടെ ബോധം കെട്ട് വീഴും.
ഗായ്സ് നമ്മുടെ അണ്ണനെയാണെങ്കിൽ അവർ പോലീസിലിട്ടിട്ട് വന്നേക്കാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഗായ്സ്. ഈ പോലീസുകാരുടെ വണ്ടികൾ തൻ്റെ ഒരു വണ്ടി ഞാൻ പൊട്ടിക്കും. കാരണം താൻ ഞങ്ങളെ വണ്ടിയാണ് നശിപ്പിച്ചത്. ഒരു വണ്ടിയാണ് താൻ സീസ് ചെയ്തത് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വരും. ഈ വണ്ടി പൊട്ടൂല, ബുള്ളറ്റ് പ്രൂഫ്. ഞങ്ങളുടെ GTR തുടങ്ങി ഞാൻ പോട്ടെ. ഫ്രാങ്കിലാണ് എനിക്ക് ഇതുവരെ ഓടിക്കാൻ തന്നിട്ടില്ല. നമുക്ക് ഫ്രാങ്കിലാണ് ഞാൻ കൊടുക്കുന്നു രണ്ട് ഗൈസ്. ഫ്രാങ്കിലാണ് പോകരുത് ഗൈസ്. അപ്പം ഞാൻ GTR കയറിയിട്ടുണ്ട് നമ്മളെ ഗൈസ്. അപ്പം നമുക്ക് നേരെ വിട്ടു പോകാം ഗൈസ്. നമുക്ക് നമ്മുടെ ട്രവറണ്ണനെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ ഗൈസ്. ട്രവറണ്ണനെ വിളിക്കാനായിട്ട് ഗൈസ് നമുക്ക് ട്രവറണ്ണൻ്റെ വീട്ടിൽ പോവാം ഗൈസ്. നമുക്ക് ട്രവറണ്ണൻ്റെ വീട്ടിലോട്ട് പോവാം ഗൈസ്. നമുക്ക് ട്രവറിൻ്റെ വീട്ടിലോട്ട് നമുക്ക് നേരെ എത്തിയിട്ട് കാണാം ഗൈസ്. ട്രവറിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ലൊക്കേഷൻ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യട്ടെ ഗൈസ്. ഇതാണ് ട്രവറിൻ്റെ വീട്ടിലോട്ടുള്ള ലൊക്കേഷൻ. ഓക്കെ ഗൈസ്, നമുക്ക് ട്രവറിൻ്റെ വീട്ടിലോട്ട് വിട്ടു പോകാം. വഴി ചെറുതായിട്ട് തെറ്റിപ്പോയി ഗൈസ്, അതാണ് പ്രശ്നമായത്. ട്രവറിൻ്റെ വീട്ടിലോട്ട് പോകണ വഴി ഞാൻ മാറിപ്പോയി. നമുക്ക് ട്രവറിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം ഗൈസ്, പെട്ടെന്ന് അത്യാവശ്യമാണ് ഗൈസ്. ട്രവറിൻ്റെ വീട്ടിൽ പോയിട്ട് ഗൈസ്, ട്രവറിൻ്റെ വീട്ടിൽ പോയിട്ടേ കാര്യമുള്ളൂ ഗൈസ്. ഇനി ഗൈസ് ട്രവറിൻ്റെ വീട്ടിൽ പോകണം ഗൈസ്. ഇന്ന് ട്രവറാണ് ഗൈസ് നമ്മുടെ രക്ഷിക്കാനുള്ള ഏകം മാർഗം ഗൈസ്. ട്രവറാണ് ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനെ രക്ഷിക്കാൻ നമുക്ക് പറ്റുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിനാണ് എൻ്റെ കാര്യം പോക്കാണ് ഗൈസ്. ഗൈസ് ഞാൻ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പാർക്കിൽ കൂടിയൊക്കെയാണ് ഗൈസ് കയറ്റി പോണത്. കുറച്ച് നേരം പാർക്കിൽ കളിക്കാൻ വേണ്ട ഗൈസ്. നമുക്ക് ഫ്രാങ്ക്ലിനാണ് കാര്യമാണ് ഗൈസ്. ഫ്രാങ്ക്ലിനാണ് രക്ഷിക്കണം ഗൈസ്. ഗൈസ് എനിക്കാണെങ്കിൽ GTR ഒന്ന് ഓടിക്കാനും പാടാണ് ഗൈസ്. ഗൈസ് നമുക്ക് നേരെ സ്ഥലത്തോട്ട് വിട്ടു പോകാം ഗൈസ് ഉറപ്പിച്ച്. ഈ ട്രവറിൻ്റെ വീടാണ് ഈ കാടിൻ്റെ നടുക്കാണ് ഗൈസ്. ട്രവറിന് ഇവിടെയൊക്കെയാണ് വീട് വെക്കാൻ കിട്ടുള്ളൂ. ട്രവർ എവിടെയൊക്കെയാണ് വീട് കൊണ്ട് വെക്കണേന്ന് പറയാൻ പറ്റൂല ഗൈസ്. ടവറേ ട്രവറിനെ ഒന്ന് വിളിച്ചിട്ട് കാണാം ഗൈസ്. ട്രവറാണെങ്കിൽ വിളിച്ചാൽ കേൾക്കൂല. ട്രവർ എത്തി ഗായ്സ്. ഞാനാണെങ്കിൽ ഷിൻജാൻ്റെ അടുത്തോട്ട് വന്നേക്കാണ് ഗായ്സ്. ഇവിടെ സിംഹമുണ്ട് ഗായ്സ്, കണ്ടോ ഗായ്സ്. ഈ ഷിൻജാനാണെങ്കിൽ ചോദിക്കാണ്ട് വന്ന ഇതാണ് ഗായ്സ് പ്രശ്നം. എൻ്റെ വീട്ടിൽ സിംഹം ഉണ്ടെന്നുള്ള കാര്യം അവനറിയില്ല ഗായ്സ്. അവിടെ സിംഹമാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഗായ്സ്. ഞാൻ ആ സിംഹത്തിനെ അങ്ങോട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഗായ്സ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗായ്സ്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഗായ്സ്. നമുക്ക് നേരെ ഗായ്സ് ഷിൻജാൻ്റെ അടുത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചിട്ട് നേരെ പറയാം. ഷിൻജാൻ എന്താണ് പ്രശ്നം? ട്രവറണ്ണോ, ഫ്രാങ്ക്ലിനെ പോലീസ് പിടിച്ച് ജയിലിലിട്ടേക്കാണ്. പോലീസുകാരാണ് ഈ ഫ്രാങ്ക്ലിനെ ജയിലിട്ടേക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. ഓണാടാ ഷിൻജാനെ, വണ്ടി കയറാ. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻജാൻ വണ്ടി കയറി സെറ്റായിട്ടുണ്ട് ഗൈസ്. നമുക്ക് പറപ്പിച്ച് വിടാം ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഗൈസ്. വേറൊരുത്തനെയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ നോക്കാം ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനെ തന്നെ അവനെ പിടിക്കണം ഗൈസ്. ആ ഷിൻജാനെ എടുത്ത് ഞാൻ വഴിയിലിറക്കണം തോന്നുന്നു ഗൈസ്. അവൻ കയറിയിട്ടില്ല. ഗൈസ് അവൻ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് വണ്ടി നേരെ പറപ്പിച്ച് കത്തിച്ചു വിടാം ഗൈസ്. ട്രവറണ്ണ കത്തിച്ചു വിട്. ട്രവറണ്ണ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ട്രവറണ്ണൻ്റെ അടുത്ത് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടീൻ്റെ പകുതിക്കൊന്നും ഇറങ്ങരുതെന്ന്. എടാ സോറിടാ ഷിൻജാനെ. ഗൈസ് നമുക്ക് നേരെ ഫ്രാങ്ക്ലിനെ സേവ് ചെയ്യാം ഗൈസ്. നമ്മുടെ ട്രവറാണെങ്കിൽ ഇവിടെ നേരെ വിടണുണ്ട് ഗൈസ്. നമ്മുടെ ട്രവറിനെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല ഗൈസ്. നമ്മുടെ ട്രവറണ്ണാണെങ്കിൽ എന്താ കാട്ടണത്? ട്രവറണ്ണോ ഇത്തിരി വേഗം പോ ട്രവറണ്ണോ. ഗൈസ് നമ്മുടെ ട്രവറണ്ണൻ വിട്ട് കത്തിച്ചു പോകണുണ്ട്. ഗൈസ് നമ്മുടെ ട്രവറണ്ണനായിട്ട് പൊളിപ്പിച്ച് സ്പീഡിൽ പോകണാണ് ഗൈസ്. അയ്യോ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ട്രവറണ്ണൻ ഡ്രിഫ്റ്റ് സീനാണ്.
ഫ്രാങ്ക്ലിനെ നിന്നെ രക്ഷിക്കാൻ ഞങ്ങളെത്തി. ഗായ്സ് ഫ്രാങ്ക്ലിനെ നമുക്ക് രക്ഷിക്കണ്ടേ ഗായ്സ്? ഫ്രാങ്ക്ലിനെ രക്ഷിക്കാൻ നമ്മളെത്തി. ഫ്രാങ്ക്ലിനെ ഏലിയിലേലില്ല അവൻ്റെ പോലീസുകാർ. ഇവന്മാരാണെങ്കിൽ കുറേ നേരമായി നമ്മുടെ ഫ്രാങ്ക്ലിനെ അങ്ങോട്ട് അടിച്ചിട്ടേക്കണം. പോലും. അപ്പോൾ ഗൈസ് നമ്മൾ തോക്കൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഫ്രാങ്ക്ലിനെ ഞാൻ നിന്നെ രക്ഷിക്കാൻ എത്തിയടാ. പോലീസുകാരെ നിങ്ങളുടെ ഇന്നത്തെ ദിവസവും കൂടി ഉള്ളൂടാ നിങ്ങൾ. ഫ്രാങ്ക്ലിൻ നിങ്ങളെയൊക്കെ നേരത്തെ നശിപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞ്. നിങ്ങൾ DYSP വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്താലും ഞാൻ വരും. ട്രവർ അണ്ണനാണ് സീൻ. ട്രവറിനെ പൊട്ടിക്കാനാവില്ല മക്കളെ. ട്രവർ പൊളിയാണ്. ട്രവർ സീനാണ്. ട്രവറാണ് ഫ്രാങ്ക്ലിനെ സേവ് ചെയ്യാൻ വന്നേക്കുന്നത്. ഗൈസ് നമുക്ക് ഇവൻ്റെ താക്കോലങ്ങൾ എടുത്തേക്കാം. താക്കോലടാ ഗൈസ്. നമുക്ക് താക്കോൽ ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ യുവന്മാരെയൊക്കെ നിങ്ങൾ കൊന്ന് അടുക്കിയിട്ടുണ്ട്. ആ ഫ്രാങ്ക്ലിനെ നീ വേഗം പാടാ. അടാ ഷിൻജാനെ നീ എത്തിയല്ലടാ. എനിക്കറിയായിരുന്നു ട്രവറെ ഷിൻജാൻ നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്ന്. ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും.